തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ഒരുങ്ങി പോലീസ്. 2 കുഞ്ഞുങ്ങളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്മുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി RDOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്തി. കുറ്റം സംബന്ധിച്ച അനീഷയെയും ഭവിനെയും ഇന്നലെ രാത്രി വീടുകളിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. 2 നവജാത ശിശുക്കളുടെയും അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് കുഴി വീണ്ടും തുറന്നു. ഭവിന്റെയും അനീഷയുടെയും വീടുകളിൽ നടത്തിയ പരിശോധനകളിൽ 2 ഇടങ്ങളിൽ നിന്നും നവജാത ശിശുക്കളുടെ അസ്ഥികൾ കണ്ടെത്തി. ഇരിങ്ങാലക്കുട RDOയുടെയും തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പരിശോധന. അതിന്റെ ബാക്കിയുള്ള പാർട്സുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. അതിന് ഇൻക്വസ്റ്റ് കാര്യങ്ങൾ നടന്ന് ഇപ്പോൾ പോവാണ്. അതിന് അടുത്ത സൈറ്റിൽ പോവാണ്. അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. പുതുതായി ലഭിച്ച അസ്ഥികഷ്ണങ്ങളടക്കം ഫോറൻസിക് DNA പരിശോധനകൾക്ക് വിധേയമാക്കുന്നതോടെ കേസിൽ നിർണായകമാകുന്ന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 2 കുട്ടികളുടെയും മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മരണകാരണം ശാസ്ത്രീയ പരിശോധനകളിലൂടെ തെളിയിക്കാൻ ആകില്ലെന്നത് വെല്ലുവിളിയാണ്. എന്നാൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ രേഖകളും CDR വിവരങ്ങളും മുഖ്യ തെളിവുകൾ ആക്കി കേസന്വേഷണം തുടരാനാണ് നിലവിലെ തീരുമാനം. ഭവിൻ നശിപ്പിച്ച മൊബൈൽ ഫോണും ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങളും വീണ്ടെടുക്കുവാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ, പുറത്ത് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥ തോന്നി. യൂട്യൂബ് വീഡിയോ കണ്ട ശേഷമാണ് വീട്ടിൽ വെച്ച് പ്രസവിച്ചതും പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയതും എന്നുമാണ് അനീഷയുടെ മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും പ്രതിക്ക് സഹായകമായി. 2 തവണ ഗർഭിണിയായപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വിവരം മറച്ചുപിടിക്കാൻ ഇറുകാത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചു. കുട്ടികളെ കൊലപ്പെടുത്തുന്നതിന് മുമ്പായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ BNS JJ ആക്ടുകൾ പ്രകാരം 7 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുറ്റകൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ അതിവേഗത്തിലാണ് പോലീസ് സംഘം മുന്നോട്ടു പോകുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാഹചര്യ തെളിവുകളും നിർണായകമായ കേസിൽ ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. എങ്കിലും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു നൽകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.